ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ബഷീർ പട്ടാമ്പി. ഞാൻ ഈയിടെ യൂട്യൂബിൽ ഒരു 1-2 വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായി. അതായത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഞാൻ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. ഞാനൊരു 42 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ഈ സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്തിരുന്നു. പക്ഷെ അത് കാർഗറ്റ് ബോക്സിൻ്റെ മുകളിലായിരുന്നു. കാർഗറ്റ് ബോക്സിൻ്റെ ഡാൽഡ, സൺലൈറ്റ്, പ്രൊഡക്ഷൻ്റെ ബോക്സുകൾ അവിടെ തയ്യാറാക്കിയിരുന്നു. അതൊരു ബ്ലൈൻഡ് സ്കൂളായിരുന്നു. ശ്രീരമൻ മഹർഷി അക്കാഡമി ഫോർ ദി ബ്ലൈൻഡ് ആ സ്ഥാപനത്തിൽ കുറേ കാലം. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് വിട്ടതിന് ശേഷം പിന്നെ ഗൾഫിലൊക്കെ പോയി പിന്നെ ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് ഞാൻ മാറുകയുണ്ടായിരുന്നു. അപ്പോൾ ഈയിടെയായിട്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, വീട്ടിൽ കുട്ടികളൊക്കെ ഗൾഫിലാണ്, ആരും ഇല്ല ഇവിടെ. ഞാനും വൈഫും ഉണ്ടായിരുന്നു. വൈഫും വിസിറ്റിങ്ങിന് പോയി ഒരു പ്രാവശ്യം. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റക്കായപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നതാണ്. ഞാൻ ഈ പ്ലാസ്റ്റിക് നിരോധനത്തിനെ പറ്റിയൊക്കെ കേട്ടു. പ്ലാസ്റ്റിക് നിരോധിച്ചതിനെ പറ്റി കേട്ടു കേരളത്തിൽ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തൈലികൾ, ബാഗുകളൊക്കെ നിർത്തലാക്കിയത് കൊണ്ട് നമുക്കിപ്പോൾ പേപ്പർ ബാഗുകൾ, ക്യാരി ബാഗുകൾ പേപ്പറുമായിട്ടും ഈ നോൺ-വെൽ ബാഗുകളൊക്കെ ആണിപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നോൺ-വെല്ലും കുറഞ്ഞ GSM-കളിലൊക്കെ ക്യാൻസലാക്കിയിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോഴും പല സ്ഥാപനങ്ങളിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഞാൻ ഈ പേപ്പർ ബാഗിൻ്റെ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് വീട്ടിൽ തയ്യാറാക്കിയാൽ എന്താ എന്ന് വിചാരിച്ചു. പക്ഷെ അത് ചെയ്യാൻ നോക്കുമ്പോൾ അത് മാനുവലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്യാം. ക്രീസിങ്ങിൻ്റെ ഭാഗത്തേക്കൊക്കെ അങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ വലിയൊരു ഫിനിഷിങ് കിട്ടുന്നില്ലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ബാഗുകൾക്ക് അതിൻ്റെ ഒരു ക്രീസിങ് ഫിനിഷിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു നല്ല ഒരു ബാഗിനെ പറ്റി പറയുമ്പോൾ അതിന് നല്ലൊരു ഘടന സൃഷ്ടിക്കാൻ ഈ ക്രീസിങ്ങിന് കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട്, അത് മാത്രമല്ല നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ വളരെ സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലും എത്രയോ ഉപകാരപ്പെട്ടത് തയ്യാറാക്കിയ ബാഗ് വാങ്ങുന്നതാണ്. എക്സ്പെൻസൊക്കെ ഞാൻ നോക്കുമ്പോൾ, കണക്കൂട്ടി നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 7 സംതിങ് 8 സംതിങ് ഒക്കെ വരുന്നത് അത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോഴും അത് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല എത്രയോ ടൈം ലാഭമല്ലേ. അപ്പോൾ നമുക്ക് എനിക്ക് പ്രിൻറ്റിങ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ അങ്ങനെ പ്രിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ അതിന് ബാഗ് ഞാൻ തയ്യാറാക്കിയ ബാഗ് ഞാനൊരു കമ്പനിയിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. അവർ തരാമെന്ന് പറഞ്ഞു. അവർ കൊണ്ടുവരും. അവിടുന്ന് ഞാൻ കടകളിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യും. എനിക്ക് ഈ എഡിറ്റിങ്ങുമായിട്ട് പണ്ടേ ഭയങ്കര ഒരു താല്പര്യമുള്ളതാണ്. ഞാൻ മൊബൈലായിട്ട് ഇങ്ങനെ പല ഇതും എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. വീഡിയോകളൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിത് ഓർഡർ വന്നപ്പോൾ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ് നമ്മൾ സാധാരണ ടേബിളിൽ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ താഴ്ത്തപ്പോൾ പൊക്കുക, ഈ ഒരു രീതിയാണല്ലോ നമ്മളെല്ലാവരും ചെയ്തിരുന്നത്. പക്ഷെ അതിൽ ഈ തയ്യാറായ ബാഗ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊരു ഫോൾഡ് വരുന്നുണ്ട് താഴ്ഭാഗത്ത്. മുകളിലാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ഫിറ്റ് ചെയ്താൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഫോൾഡ് നല്ല പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുക അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം എന്നൊരു കൺസെപ്റ്റിൽ എന്തൊരു ഐഡിയ കണ്ടെത്തണം എന്നുള്ളൊരു രീതിയിൽ ഞാനിങ്ങനെ കുറേ നെറ്റുകളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ അതിന് ശരിക്കുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ അതും നല്ല വിലയാണ്. നല്ല വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37,000 27,000 ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വിടാം, അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ആമസോണിൽ നോക്കിയിട്ട് ഞാനൊരു TV സ്റ്റാൻഡ് കണ്ടു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ എന്തുകൊണ്ടിപ്പോൾ നമുക്ക് സ്ക്രീൻ പ്രിൻറ്റ് വാങ്ങിച്ചില്ല. അങ്ങനെയാണ് ആ ഒരു ഉൽപ്പന്നം ഞാൻ വാങ്ങിയത്. 1,600 രൂപ. അത് 2,000 2,300 ഒക്കെ ഉണ്ട്. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, വലിയ കൂടുതൽ ഓപ്ഷനൊന്നുമല്ല ആവശ്യമില്ല. അത് ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഏത് ടേബിളായാലും ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ക്ലാമ്പാണ്. അത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്താം. പിന്നെ നമുക്ക് ഏതായിട്ടും ഇങ്ങനെ താഴ്ത്താൻ നോക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ഇങ്ങോട്ടും റിട്ടേൺ ആവും, എങ്ങോട്ടും റൊട്ടേറ്റ് ആവും.
അങ്ങനെ റൊട്ടേറ്റ് ആവുന്നത് കാരണം തന്നെ നമുക്കത് കൊണ്ട് പല രീതിയിലും അത് ടീഷർട്ട് ആയാലും ബോട്ടിലായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർട്ടൂണിൻ്റെ മുകളിലായാലും ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ പരീക്ഷിച്ചു. എന്ത് വന്നാലും ശരി 1600 രൂപയല്ലേ, ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. വാങ്ങി ടെസ്റ്റ് ചെയ്തു. ഞാൻ എനിക്കിപ്പോൾ കിട്ടുന്ന ഓർഡറുകൾ, കംപ്ലീറ്റ് ഓർഡറുകൾ, ഞാനിപ്പോൾ ഈ ഓർഡറുകളൊക്കെ ഈ ഒരു മെത്തേഡിലാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി. പിന്നെ ഞാനപ്പോൾ യൂട്യൂബിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്നെപ്പോലെ ഈ ഒരു ആശയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും എൻ്റെ കൂട്ടുകാർ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് കോൾ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെന്നപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 6-7 പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടാവും ഈ വിഷയത്തെ. എനിക്കതിലൊരു ലാഭമില്ല. ഞാനത് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാൾ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്. ആമസോണിലുണ്ട് ആ സാധനം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്നൊരു രീതിയിൽ കാണിച്ചാണ്. അപ്പോൾ അത് സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഒന്നുമില്ല, അത് ക്ലാമ്പ് ടേബിളിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, ഇങ്ങനെ ഒരു സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമുക്ക് അങ്ങോട്ട് താഴോട്ട് മേലോട്ടൊക്കെ ഇങ്ങനെ പൊക്കാനൊക്കെ പറ്റും. എന്തിനു പറയുന്നത്, ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ വരെ അതിൽ ഫിറ്റ് ചെയ്തു. അത് 50 കിലോ വെയിറ്റ് താങ്ങാൻ ശേഷിയുള്ള ഒരു സ്റ്റാൻഡാണ്. നല്ല സ്ട്രോങ് ആണ്. നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ധൈര്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 50 കിലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് ഈ 1600 രൂപയിൽ നമുക്കത് ശരിയാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്യുക. പിന്നെ അതിൽ വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിത് ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാൻ, തയ്യാറായ ബാഗിൻ്റെ മുകളിൽ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്ന മറുപടി, സ്ക്രീൻ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ക്ലാസ്സിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ ക്ലാസ്സിന് 3000 രൂപ കൊടുത്തിട്ട് 2 ദിവസം അവർ തരുന്ന ആ ഒരു ക്ലാസ് നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ ആൾക്കാർ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നോളന്നില്ല. അത് മാത്രമല്ല, അവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് തരാൻ കഴിയില്ലല്ലോ. അവർ ഈ അഡ്വൈസ് തരുന്നു. കാരണം ഒന്നാമത് ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആ എക്സ്പോസിങ്ങിൻ്റെ ഒരു കടമ്പ അത് ക്ലിയർ ആയെങ്കിൽ തന്നെ ഈ സ്ക്രീൻ പെയിൻറ്റിങ് ശരിയാവുള്ളൂ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരുന്നില്ല. അത് പറഞ്ഞു തന്നെങ്കിൽ തന്നെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവൂ, ചെയ്യാൻ കഴിയൂ. പിന്നെ രണ്ടാമത്, നമ്മൾ ട്രേസ് പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രാഫിക്കിന് ആവശ്യം വരും. ട്രേസ് പേപ്പർ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ഓർഡർ തന്നെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാഫിക്കിൻ്റെ ആവശ്യം വരും. അത് നമുക്ക് അറിയുന്ന പോലെ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനിൽ മൊബൈലിൽ തന്നെ ഉണ്ട്. മൊബൈലിലുണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രം. ഇപ്പം ഞാൻ ആദ്യം മൊബൈലിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേസ് പേപ്പർ എടുത്തപ്പോൾ അത് ക്ലിയർ കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് PDF കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഷാർപ്പൻസ് കിട്ടുന്നുണ്ട്, നല്ല ക്ലിയർ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കുകളൊക്കെ മൊബൈലിൽ ചെയ്യുന്ന കമ്പ്യൂട്ടറിലൊന്നല്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ട്രേസ് പേപ്പർ എടുക്കുമ്പോൾ 50, 100, 100, 150 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 30 രൂപ എന്നോട് വാങ്ങുന്നുള്ളൂ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവരാകുമ്പോൾ 30 രൂപ വാങ്ങുന്നു. അപ്പോൾ എക്സ്പെൻസ് കഴിയും. നമ്മൾ അധ്വാനിച്ച കാശ് നമ്മൾ എന്തിനു വെറുതെ കൊണ്ടുപോയി വേണം. പിന്നൊരു കാര്യം, ഈ ക്രീസിങ് മെഷീൻ മസ്റ്റാണ് ഈ കാര്യം ചെയ്യാൻ. കാരണം അത് കൈകൊണ്ട് വരച്ചാലൊന്നും ഇത്ര പെട്ടെന്നൊന്നും ആവില്ല. എല്ലാവരും പറയുന്നുണ്ട് മെഷീനറി ഒന്നും ഇല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാലും വലിയൊരു പ്രൊഡക്ഷൻ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ വലിയൊരു എക്സ്പീരിയൻസുള്ള ആളല്ല, ഞാൻ പറഞ്ഞു അവരോട്. പക്ഷെ പല ജോലികളും പല നാട്ടിലും ചെയ്തിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. പല റെഡിമെയ്ഡിലാകട്ടെ ഞാൻ കുറേ ഡിസൈൻ വർക്കുകളും വേറുള്ളതും കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാഗ് അയക്കുന്ന ജോലികൾ, അങ്ങനെ ഷൂ ഉണ്ടാക്കുന്ന ജോലികൾ, അങ്ങനെ കുറേ പണികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഗ്രീസിങ് മെഷീനെ പറ്റി പറഞ്ഞാലോ, ഈ ഗ്രീസിങ് മെഷീനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിന് തന്നെ 50,000 രൂപയൊക്കെയാണ് പറയുന്നത്, 48,000 അങ്ങനെയൊക്കെയാണ് പറയുന്നത്.
നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരന് ഈ 50,000 രൂപ ഒരു തുടക്കക്കാരന് എന്തെങ്കിലും ഒരു സംരംഭം വീട്ടിൽ തുടങ്ങുമ്പോൾ തന്നെ 50,000 രൂപ മുടക്കാൻ പറ്റും. അതോ അതിൽ ഒരു ടെക്നോളജിയും ഇല്ല. ഒരു ക്രീസിങ്, ഒരു ബോയിൻ, ഡീപ്പുള്ളൊരു ബോയിൻ്റെ മുകളിൽ വേറൊരു ബോയിൻ വരുമ്പോഴാണ് ഈ ഡീപ്പ് വരുന്നത്. ഞാൻ ടാർഗറ്റ് ബോക്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഐഡിയകളൊക്കെ അറിയാം. ഞാനത് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഡീപ്പിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ബോയിൻ്റെ അത് ഇങ്ങനെ വരുമ്പോഴാണ് ഗ്രീസിങ് വരുന്നത്. അത്രേ വേറെ ഒരു ടെക്നോളജി ഇല്ല. അതിനൊരു മോട്ടർ കൊടുത്തിരിക്കുക. അത് നമ്മൾ തയ്യൽ മെഷീന് കൊടുക്കുന്ന മോട്ടറായാലും മതി, ഡ്യൂട്ടി മെഷീനിലൊക്കെ വിറ്റ് ചെയ്യുന്ന മോട്ടറായാലും മതി. ഇതിനാണ് ഈ 48. അപ്പം നമ്മളെ കേരളത്തിലൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാപനം വിജയിച്ചെടുക്കണമെങ്കിൽ സാധാരണക്കാരനൊരു സപ്പോർട്ടില്ല. അപ്പോൾ അത് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ മെഷീൻ വാങ്ങിക്കോ, ആ മെഷീനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതിനും നല്ലത് നമ്മൾ ബാഗ് വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ പേപ്പർ ബാഗ് ഒഴിവാക്കി നോക്കില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അത് ഏതോ കമ്പനിക്കാർക്ക് നഷ്ടം വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വല്ല മുടക്കം വന്നേക്കാം. അത് എന്നാൽ നിങ്ങൾക്ക് വല്ല ഉപകാരം കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് അതൊരു മുഷിപ്പോ അല്ലെങ്കിൽ അതൊരു നഷ്ടമോ ബുദ്ധിമുട്ടോ വരാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പേപ്പർ ബാഗ് ഞാൻ ഒഴിവാക്കാൻ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കണം വിചാരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ചെറിയൊരു ഓർഡർ, ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ വലിയ ഓർഡർ അല്ല പ്രതീക്ഷിക്കുക. ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 അങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ള ഒരാൾക്ക് ആണെങ്കിലും എത്ര കിലോ എടുക്കണം, അല്ലെങ്കിൽ ഒരു 500 800 വേണം. എന്ത് ചെയ്യും? അവർക്ക് 20 കിലോ 18 കിലോ അങ്ങനെ വലിയ കേസേ ഉള്ളൂ. ഈ സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് ചിലവാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓർഡറുമായിട്ട് അത് സാമ്യപ്പെട്ടോളന്നില്ല. നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇപ്പോൾ ഈ വാങ്ങുന്ന ക്വാണ്ടിറ്റിയും കൂടി വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് ലോസാവും. നമ്മുടെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിഷിപ്പായിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളപ്പോൾ. മക്കൾ ഗൾഫിലാണ്, 2 പേരും. ഒരാൾ സൗദിയിൽ സെറ്റിലായിരിക്കുകയാണ്, ഒരാൾ ഖത്തറിൽ സെറ്റിലായിരിക്കുകയാണ്, മകളും മരുമകനും. അപ്പോൾ വീട്ടിലാരില്ല, ഞാനും വൈഫും വിസിറ്റിങ്ങിന് പോയ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത്. അതായത് ഇങ്ങനെ പ്രിൻറ്റിങ് ചെയ്തിരുന്നത്. വീട്ടിലെല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും നമ്മളാൾ കഴിയുന്ന ഒരു 10-60 വയസ്സിൽ ഇനിയിപ്പോൾ ഒരു സമ്പാദ്യം ഒന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെറിയ ഓർഡറൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കുകൾ. ഇപ്പോൾ നോൺ-ഓവൻ 60 GSM-ൻ്റെ മുകളിലേക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് അലൗട്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടത്. എനിക്കതിനെ ശരിക്കറിയില്ല. ഇനിയിപ്പോൾ അതൊരു പ്രശ്നമായി വരണ്ട. കാരണം അത് കാരണം ഞാൻ നോൺ-ഓവൻ വാങ്ങിയിരുന്നില്ല. കാരണം നോൺ-ഓവൻ 60 GSM-ൻ്റെ മുകളിലേക്കുള്ളത് എല്ലാ കടകളിലും അതാണുള്ളത്. അതാണ് ആൾക്കാർക്ക് സുഖം, നമുക്ക് പ്രിൻറ്റ് ചെയ്യാനും സൗകര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പേപ്പർ ബാഗ് മെല്ലെ ഒഴിവാക്കി പഠിക്കുക. എന്നാലും പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതേമാതിരി എക്സ്പോസിങ് ബോക്സ് അത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഞാനിതാ വീട്ടിൽ ഒരു കാർട്ടൂൺ വെച്ച് അതിൽ 2 ഹൈ പവറുള്ള 2 ബൾബും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ 4 ചെറിയ ട്യൂബ് വെച്ചാലും മതി. ഇതൊക്കെ നമുക്ക് ഐഡിയപരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് കൊടുത്തിട്ട് അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഏതായാലും അത് ഫിറ്റ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, മൊത്തമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു. അത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ഒരു ചാനലായിരുന്നു. അന്ന് പാട്ടും പൊട്ടും എന്തെങ്കിലുമൊക്കെ ഒരു നേരം പൊക്കായിട്ട് അങ്ങനെ പലതും കൊടുക്കാറുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഈ ചാനലിൽ ഇതിന് ശരിയായൊരു കണ്ടൻറ് ഇല്ലാത്ത കാരണമായിരിക്കും ഇത് അങ്ങനെ ഒരു ചത്ത് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ആ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് കൊടുക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ വിസിറ്റിംഗ് കാർഡ് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ സംരംഭത്തിൽ, ബാക്ക് പ്ലസ്. അപ്പോൾ ആ പേരിൽ ഞാൻ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അല്ലാതെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് പറയാം. അപ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓർഡറുകൾ ഇഷ്ടംപോലെ ഓർഡറുകളൊക്കെ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ അടുത്തുള്ളൊക്കെ പോയിട്ട് ഞാൻ ചെയ്തു പോയി. ഈ നോൺ-ഓവനെ കാണുന്നത് സുഖമാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നിടത്ത് പോയി കൊണ്ടുവരാനും ഡെലിവറി ചെയ്യാനും സ്കൂട്ടറൊക്കെ ഉണ്ടായാൽ മതി. അതിന് വലിയൊരു എക്സ്പെൻസ് വരുന്നില്ല. അതായത് പേപ്പർ ബാഗ് അങ്ങനെയല്ല. ഇന്നൊരു കാര്യം, ഞാൻ ചെയ്ത ഒരു വീഡിയോ സ്ക്രീൻ, അതായത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിലുള്ള സ്ക്രീൻ ഞാൻ തയ്യാറാക്കിയിട്ട് വിൽക്കുന്നുണ്ട്.
അതായത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് നല്ലൊരു എളുപ്പം പോലെ തോന്നി. കാരണം എനിക്ക് സ്ക്രീനിന് വേണ്ടിയിട്ട് ഒരു മോഡൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നൊരു മോഡൽ ഒരു കടയിൽ നിന്ന് എടുക്കുമ്പോൾ പിന്നെ ഒരു സ്ക്രീനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് സ്ക്രീൻ പൊളിക്കാനും തോന്നില്ല. കാരണം അവരുടെ ഓർഡർ പിന്നെ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പൊളിക്കാതെ വെക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ അടുത്ത് കുന്നംകുളത്ത് പോകും, കോഴിക്കോട് പോകും. അവിടെയൊക്കെ നോക്കും 350 രൂപ മെഷ് അടിക്കാത്ത ഫ്രെയിം എന്നോട് വാങ്ങി 10-14 രൂപ സൈസ് കോഴിക്കോട്. ഞാൻ വിചാരിച്ചു എന്താ പുതുക്കും നമുക്ക് ചെയ്താൽ ഇത് എന്താ പുതുക്കിൽ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ മെഷ് ക്ലോത്ത് വാങ്ങിക്കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു വുഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വുഡ് കഷ്ണം കിട്ടും വേണ്ടി ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ അവർ തന്നു. അത് ഞാൻ അത് മൊത്തമായിട്ട് വാങ്ങിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് നല്ല സ്ട്രോങ്ങാണ് ഞാൻ ഈ പറഞ്ഞ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ആ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അത് ചെയ്തപ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട് സ്ക്രീൻ. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുക്കും. എഞ്ചിനപ്പോൾ 350-400 കൊടുത്തിട്ട് ഞാൻ മെഷ് അടിച്ചിട്ട് വേണമെങ്കിൽ 300 രൂപയ്ക്ക് 250 രൂപ തരാം. അപ്പോൾ അത് കൂടി ഞാൻ അതിൽ ഷെയർ ചെയ്തു. അങ്ങനെ കുറേ പേര് വിളിച്ചിരുന്നു എനിക്ക് സ്ക്രീൻ വേണം, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പയ്യോളിയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, കണ്ണൂർ വീട്ടിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാനോ എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം വിട്ടുപോയി. അതായത് ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ചാനൽ ഇപ്പോൾ വളരെ മോശമായിട്ട് കിടക്കാം. അപ്പം നമ്മൾക്കറിയാവുന്ന ഇതുപോലെയുള്ള പല കാര്യങ്ങളും എനിക്കറിയാവുന്ന ഐഡിയകളും എനിക്കറിയുന്ന വിവരങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അത് കിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തർ വിളിച്ചവരോട് പറഞ്ഞ് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്ന അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇതാണ് കാരണം. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആവശ്യപ്പെടും. നമുക്ക് എനിക്കറിയാവുന്ന എന്ത് കാര്യമായാലും ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ഞാൻ ഏത് ആപ്ലിക്കേഷനിൽ വെച്ചിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യാറ്, എന്നിട്ട് ട്രേസ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യാറ് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ സമയം കിട്ടാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇനിയൊരു വീഡിയോയിൽ വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുവരണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.